വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുത്തൊരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റ് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പുഡിങ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ എന്തായാലും ഈ ഒരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. നമ്മൾ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു പുഡിങ്ങാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസും അതുപോലെ കുറഞ്ഞ ചിലവിലും ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള പുഡിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പുഡിങ്ങിനായിട്ട് നമ്മളിപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഈ ഒരു മിക്സ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ലംസൊന്നും ഇല്ലാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ വേറൊരു പാനിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോക്കോ പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. രണ്ടും നല്ല രീതിക്ക് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്താൽ നമ്മളെ പുഡിങ് നല്ലൊരു സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അല്ലാണ്ട് നമ്മൾ പാലിലേക്ക് കോക്കോ പൗഡർ ചൂടായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം കട്ട കെട്ടാനെല്ലാം ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മധുരമാണ് ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര എൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് മധുരം ഇട്ടത്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ട് നമ്മൾ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. എന്നാലേ നമ്മളിത് കട്ട കിട്ടാണ്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 50 ml കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു മീഡിയം മധുരത്തിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം ആവശ്യമാണ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ടൻസ് മിൽക്കിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഓവർ തിക്കാനും പാടില്ല, നല്ലോണം ലൂസ് ആകാനും പാടില്ല. ഈ ഒരു കട്ടിക്ക് മതി. എന്നാലും നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ലോണം സെറ്റായി കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഏത് ട്രേയിലാണോ പുഡിങ് സെറ്റാക്കുന്നത് ആ ട്രേയിലേക്ക് നമ്മളിതാ ബിസ്ക്കറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ബിസ്ക്കറ്റ് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ ഒരു ലെയർ ഇതുപോലെ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പുഡിങ്ങിൻ്റെ മിക്സ് നല്ല ചൂടോടുകൂടിയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് വെക്കുമ്പോൾ ഈ പുഡിങ് ട്രേ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ള സൈഡൊക്കെ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ബിസ്ക്കറ്റ് മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി ഒഴിക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഈ പുഡിങ്ങിൻ്റെ മിക്സ് നമ്മൾ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ ഇതുപോലെ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ ഞാനൊരു 4 ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ നല്ലൊരു ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എടുത്ത അളവിൻ്റെ ഒക്കെ കുറച്ച് ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടിയെടുത്താൽ നമുക്ക് കൂടുതൽ ലെയറായിട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു പുഡിങ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തലേന്നെല്ലാം ആക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ കൂടുതൽ ടൈം സെറ്റ് ചെയ്യുമ്പോൾ ആണ് നമുക്കിത് നല്ലോണം കറക്റ്റ് സെറ്റായി കിട്ടുക. കാരണം നമ്മൾ ഇതിലേക്ക് ചൈന ഗ്രാസ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കോൺഫ്ലവർ മാത്രമാണല്ലോ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ടൈം കൂടുതൽ എടുക്കും ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ പിറ്റേന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കോക്കോ പൗഡറാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഇടാം. ഞാനിപ്പോൾ കോക്കോ പൗഡർ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതാ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതാ നമ്മൾ സാധാരണ പുഡിങ്ങിലും കിട്ടുന്ന പോലെ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അതുപോലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും കുറഞ്ഞ ചിലവൊക്കെ മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണും ഇൻഷാ അല്ലാ. താങ്ക് യു. ബൈ.